നമ്മൾ ജിമ്മിലെ വർക്കൗട്ട് 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ പരിശീലകനായിട്ടുള്ള മിസ്റ്റർ ശ്രീലാൽ നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് പുതിയൊരു വർക്കൗട്ട് മെഷീനാണ് നമ്മളെ അദ്ദേഹം പരിചയപ്പെടുത്തി തരുന്നത്, ചെസ്റ്റ് വർക്കൗട്ട് മെഷീൻ. അപ്പോൾ ചെസ്റ്റിന് ബലം വയ്ക്കുന്ന രീതിയിൽ, ഷോൾഡർ മസിൽസിനൊക്കെ ബലം വെക്കുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ടാണ് നമ്മൾ ഈ മെഷീനിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം വളരെ വിശദമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എത്രത്തോളം ഉയർത്തണം, എത്രത്തോളം താഴ്ത്തണം, എങ്ങനെയാണ് നമ്മൾ കാലുകൾ ഉറപ്പിച്ചിരിക്കണം, കൈകൾ എങ്ങനെ പിടിക്കണം എന്നുള്ളതിനെയൊക്കെ കുറിച്ചാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉയർത്തുമ്പോൾ ചിലപ്പോൾ കൂടി പോകുന്നു, താഴ്ത്തുമ്പോൾ ചിലപ്പോൾ കൂടി പോകുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കുണ്ട്. അപ്പം 90 ദിവസത്തെ ചാലഞ്ചാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 72.5 കിലോയോളം ഭാരമുണ്ടായിരുന്ന ഞാൻ ഒരു 5 കിലോയോളം കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 കിലോ എന്ന് പറയുന്നത് ചിലപ്പോൾ 4 കിലോയുടെ കുറവേ കാണുകയുള്ളൂ, ചിലപ്പോൾ 5 കിലോയുടെ, ചിലപ്പോൾ 5.5 കിലോയുടെ, അത്രയും വരെ ഡിഫറൻസ് നമുക്ക് പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 8 കിലോയോളം ഈ ബാക്കിയുള്ള ടൈം കൊണ്ട്, 90 ദിവസം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സമയം കൊണ്ട് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ അതിന് എല്ലാ വർക്കൗട്ട് മെഷീൻസിലും കയറണം, അതെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനറുടെ ഉപദേശം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ഞാനിനി എല്ലാ വർക്കൗട്ട് മെഷീൻസും ഉപയോഗിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ജിമ്മിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 60 കിലോ എങ്കിലും ആക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എത്രത്തോളം സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ മറ്റൊരു വർക്കൗട്ട് മെഷീനാണ് ഇപ്പോൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്, ലെഗ് എക്സ്റ്റൻഷൻ വർക്കൗട്ട് മെഷീൻ. അപ്പോൾ ഈ വർക്കൗട്ട് മെഷീനിൽ നമ്മൾ കാലിൻ്റെ മസിൽസിനൊക്കെ ബലം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വർക്കൗട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. ഇത് 10 കിലോയാണ് അതിൽ കിടക്കുന്ന വെയിറ്റ്. എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ഇത്രയും വെയിറ്റ് എടുക്കാൻ പറ്റുമോ, കാലിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം ആദ്യമൊക്കെ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു ആവേശത്തിൽ കയറി പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ഇത് കുറച്ച് പ്രാവശ്യം ആയി കഴിഞ്ഞപ്പം നമ്മുടെ എങ്ങനെ നമുക്ക് കാലിന് മടുപ്പ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് ചെയ്യും, നമുക്ക് ചെയ്യാതെ വേറൊരു വഴിയില്ല, അതാണ് സത്യം. അപ്പോൾ എൻ്റെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിനും വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോയി ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പം നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മാറ്റങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട്, നമുക്ക് വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.